ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ അനന്ത സുബ്രഹ്മണ്യത്തെ കേന്ദ്രീകരിച്ച കൂടുതൽ അന്വേഷണത്തിന് SIT. വിജയ് മല്യയ്ക്ക് വേണ്ടി ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് കരാർ ജോലി ചെയ്ത ചെന്നൈയിലെ ജ്വല്ലറിയിലെത്തി അന്വേഷണ സംഘം തെളിവെടുത്തു. സ്വർണ്ണപ്പാളി വിവാദം സുവർണാവസരമാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P. പ്രശാന്ത് ആരോപിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മാറ്റിയെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് പുറത്തുവരുന്ന പുതിയ തെളിവുകൾ. അതിനാലാണ് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റുവാങ്ങിയ അനന്ത സുബ്രഹ്മണ്യത്തെ കൂടി അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. സ്വർണ്ണപ്പാളി പോയ വഴിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷ. UB ഗ്രൂപ്പ് നൽകിയ കണക്ക് പ്രകാരമുള്ള സ്വർണം പാളികൾ ഒരുക്കിയപ്പോൾ കിട്ടിയിട്ടില്ല. ഇതിൽ ആദ്യഘട്ടം ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിട്ടില്ല. അതിനാലാണ് പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിൽ UB ഗ്രൂപ്പിന് വേണ്ടി സ്വർണം പൂശുന്നതിന് കരാർ ഏറ്റെടുത്തത് ചെന്നൈയിലെ JNR ജുവലേഴ്സാണ്. അന്വേഷണ സംഘം ഇവിടെയെത്തി ജ്വല്ലറി ഉടമ ജഗന്നാഥിൽ നിന്ന് മൊഴിയെടുത്തു. രേഖകളും പരിശോധിച്ചു. നിലവിലെ സംഭവവികാസങ്ങളെ സുവർണാവസരമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ്. ഇത് 2019 ദൗർഭാഗ്യപരമായ സംഭവത്തിന്റെ പേരിൽ ചില വിവാദങ്ങൾ നിൽക്കുന്നു. അതൊരു അവസരമായി എടുത്തുകൊണ്ട് അതിനൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടത്താതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യുക. മീഡിയ 1 തിരുവനന്തപുരം.